ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമ്മളെ മൂന്നാമത്തെ ദിവസമാണ് നേപ്പാളിൽ. ഇന്നലെ നമ്മൾ രാത്രി ഫുള്ളും പൊക്കാര എക്സ്പ്ലോർ ചെയ്ത്, ലേക്ക് സൈഡ് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ നമ്മൾ അന്നപൂർണയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത്. ഇതാണ് നമ്മളെ ഹോട്ടൽ ഉണ്ടായത്. ഇനി ഇവിടുന്ന് ഷെയർ ടാക്സി അല്ലെങ്കിൽ ബസ്സിന് നമുക്ക് ഗാൻഡ്രോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇതാ ബൈക്കൊക്കെ വന്ന് പെട്രോൾ അടിക്കുന്ന കാഴ്ച. ഡീസൽ, പെട്രോൾ. നമ്മൾ ഈ വണ്ടി ഇവിടുത്തെ വരെ വരും. ഇതിപ്പോ ഉദു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് മേലേക്ക് നടന്നിട്ട് അവിടത്തേക്ക് ജിനുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി കയറണം. എടാ വാടാ, കളിക്കല്ല. നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ടായിട്ട് പോലും ഇല്ല. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. കാണുന്നില്ലടാ മീറ്റിങ്ങടെ. ഇവര് തിരിച്ചു പോയാ? അടുവാടാ കടല കടല. കൈയിട്ട് വന്ന് കാണുന്നുണ്ട്. ഇതിപ്പോ ജിനുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇനി അവിടുന്ന് വേണം നമുക്ക് വണ്ടി കയറാൻ വേണ്ടിയിട്ട് ജിനുവിലേക്ക് പോകാൻ. ജിനുവിനാണ് ശരിക്കുള്ള ട്രക്ക് തുടങ്ങുന്നത്. ഇതൊന്നും അല്ല. അല്ലോ ചെങ്ങായി കട്ടാണോ? കട്ടായിട്ടല്ല എങ്ങനെയാ മല കയറുന്നത്? അപ്പം ഇതാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ നമ്പർ. അതായത് ചോമ്രോങ്ങിൽ 15 ഹോട്ടലും സിനോവയിൽ 3, അങ്ങനെ ABC-യിൽ 4. ഇതാണ് മാപ്പ് വരുന്നത്. ഗൈസ് വ്യൂ ഓക്കെ. എൻ്റെ മോനെ, നമ്മൾ അത് അവിടെ തൊട്ട് നടക്കാൻ തുടങ്ങിയല്ലേ? ഇല്ല നമ്മള് ആ കാറിലെ സ്ഥലത്ത് നിന്ന് നടക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഗാൻഡ്രോക്കിന്റെ ഈ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് ജിനു വരെ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും. ഇവിടെ ഒരു ജീപ്പിന് വരുന്നത് 2000 NPR ആണ്. അതായത് 2000 നേപ്പാളിയാണ് വരാ. ഒരു ജീപ്പിനാണ് ഇവിടെ പൈസ. അപ്പൊ എത്ര ആൾക്കാരുണ്ട് അവർ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ജിനു വരെ ജീപ്പിൽ പോകാൻ പറ്റും. അവിടുന്ന് മുതൽ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അവിടുന്ന് മുതൽ എത്രത്തോളം ട്രക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ട്രക്ക് ചെയ്തിട്ട് ഓരോ പോയിന്റിൽ സ്റ്റേ ഉണ്ടാവും. അതാണിത്. ഇപ്പം ചോമ്രോങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 15 ഹോട്ടലുണ്ട്. ഉയരം കൂടുന്നവരെ ഹോട്ടലിൻ്റെ എണ്ണം കുറയുന്ന. സിനുവയിൽ 3 എണ്ണയില്ലൂ. നമ്മള് ട്രക്ക് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് രാവിലെ 6 മണിക്ക് തുടങ്ങിയാല് വൈകുന്നേരം ഒരു 6 മണിക്കുള്ളിൽ നിർത്തണം. അതിന്റെ ശേഷം ട്രക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ ഫുള്ളും കാടും ഇരുട്ടൊക്കെ ആയിരിക്കും. അതിന്റെ മുന്നേ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ സ്റ്റേ ചെയ്തേ പറ്റൂ. ഇപ്പം നമ്മൾ ഗാൻഡ്രോക്കിന്റെ സൈഡിലാണ് ഉള്ളത്. ഇവിടുന്ന് ജിനുവിലേക്ക് 1 ഹവറാണ് ഉള്ളത്. ഇപ്പൊ സമയം 3 മണിയായി. 3 അല്ല 2:30 സംതിങ് ആയി. ഇവിടുന്ന് ഇനി ജിനുവിലേക്ക് ഒരു 3:30 ആകുമ്പോൾ എത്തുമായിരിക്കും. അപ്പൊ നമ്മളിതിപ്പോ ഗാൻഡ്രോക്കിന്ന് ജിനുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ടില്ല. വണ്ടിയിൽ കയറി. ഇനി ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട്. ഇവിടുന്ന് നമ്മള് ജിനു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി നമുക്ക് ഇവിടെ ഒരു ധാബ സെറ്റപ്പ് ഉണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ആ കാണുന്ന പാലം കടക്കണം. ഇതൊക്കെ ചെറുത് താമര കമോൺ. ഈ കാണുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് കുതിരനെയും കഴുതനെയും പോലെ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി ഇത് കുതിരയും കഴുതും അല്ല. ഇതാണ് മ്യൂൾസ്. അതായത് ക്രോസ് ബ്രീഡ് ചെയ്ത എണ്ണങ്ങളാണ് ഇത്. കാരണം രണ്ടിനും ശക്തിക്ക് വേണ്ടിക്ക്. കഴുതന്റെ വെയിറ്റും കുതിരന്റെ പവറിനും വേണ്ടിക്കില്ല. ഇവരെ മലന്റെ മുകളിലുള്ള ആൾക്കാർ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. അവരെ സാധനങ്ങൾ കൊണ്ടുപോകാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. ഞാൻ പോവാൻ കത്തിക്കേ. ഓക്കെ പോയിക്കോ.
എന്താ പോവാത്ത? അപ്പം guys ഇനി നമുക്ക് 2 മണിക്കൂർ നടക്കണം. 2 മണിക്കൂർ ട്രെക്കിങ്. ഇപ്പോഴാണ് നമ്മൾ ട്രെക്കിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. റെഡി അല്ലേ? റെഡി. താമര ആ മുമ്പിലത്തെ പാലം നീ കാണിച്ചു കൊടുക്ക. സിനിമയിൽ മാത്രമേ ഞാൻ ഈ പാലം കണ്ടിട്ടില്ല. ചെറിയ പാലം താമര. കമോൺ. ചെറിയ പാലം, വളരെ ചെറിയ പാലം. പൊട്ടി വീണ ജുറാസിക് പാർക്കിലോ വീണൊക്കെയോ ഇങ്ങനെ ആടി കളിക്കല്ലേ, 2 സൈഡ് തൂങ്ങിക്ക മോനെ. എന്ത് ആ പാലം കാണിച്ചു കൊടുത്തു പാലം ഇതാ. ഇതാണ് ഗായ്സ് ആ പാലം. അനക്ക് പേടിയൊന്നുമില്ല? ഹോട്ട് സ്പ്രിംഗ് ജിനുദാന്ത എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറാൻ തുടങ്ങണം ഗൈസ്. ഈ പാലാണ് നമ്മളിപ്പം കയറിയത്. എന്ത് രസായ റൂട്ടാ. എന്താ സമാധാനം, ഒരു ഒച്ചപ്പാടുമില്ല. ഓക്കെല്ലടാ, ഒന്നും സംഭവിച്ചിട്ടില്ല. എൻജോയ് ചെയ്യണ്ടാ, ചൂടാക്കിട്ട് അപ്പത്തിട്ട് കുഴപ്പമില്ല. ക്ഷീണമൊന്നുമില്ല. നാളെ രാവിലെ ഇറങ്ങണം. നാലാൾക്കാരുണ്ടെങ്കിൽ നമ്മൾ 2 ബാഗ് പൊക്കാരയിൽ തന്നെ വെച്ചിട്ടാണ് വന്നത്. 2 ബാഗായിട്ട് നമ്മൾ എടുത്ത് വെറും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഫുഡ് ഐറ്റംസും പിന്നെ ഒരു പാൻറ് അത്രയും എടുത്തിട്ടില്ല നമ്മൾ. കാരണം നമുക്ക് ഈ കണ്ട സ്റ്റെപ്പ് ഫുള്ളും കയറാണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒരു ബാഗ് എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം ആകുമ്പോൾ മാറി മാറി ഇടാം, ടയേർഡാവില്ല. ഇപ്പം നമ്മൾ 4 ആൾക്കാരുണ്ട്, നമ്മൾ 2 ബാഗായിട്ട് എടുത്തത്. ഇതാ കാണിച്ചു കൊടുക്ക്. ആടുന്ന് തുടങ്ങിയതാണ്, കാണുന്നില്ലേ? പൊട്ടിയാനാ. ഇപ്പൊ നമ്മളിതാ ഇവിടെ എത്തി. ഇനിയുണ്ട് ഇഷ്ടം പോലെ. അടി പോ, നീ ഫസ്റ്റ് പോ. ആരെ പോയ ഫസ്റ്റ്? നീ പോ. എന്റെ സ്റ്റെപ്പ് ഇപ്പാട് നിൽക്കും, ഇപ്പാട് നിൽക്കും, ഇപ്പാട് നിൽക്കും, ഇപ്പാട് സൈഡ്. ഈഗോ ഈഗോ. ഇതാ 2 കൂടിയിട്ടാടാ. പൈസ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂറും കൂടി ഉണ്ട് ചുമറങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യാം. ഇതൊക്കെ ഇപ്പൊ രാത്രിയായി, ഒന്നും കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ 6 മണിക്കുള്ളിൽ വീട് പിടിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഗൈസ് ഫുള്ള് ഇരുട്ടായിട്ടൊന്നും കാണുന്നില്ല. ആ സമയത്താണ് നമ്മൾ മുന്നിലൊന്നും കാണുന്നില്ല. ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ഇപ്പം രാത്രി ആയിട്ടോ, ഒന്നും കാണുന്നതന്നില്ല. ഇവിടെ ഒരു ടീ ഷോപ്പ് അതുവരെ പൂട്ടി. ഞാനിപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന നമുക്ക് ബാക്ക് ക്യാമറ ആക്കി ഒന്നും കാണാൻ വരെ ചെയ്യൂല. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇരുട്ടായി, ഒന്നും കാണുന്നില്ല. ഇതാ ഈ റൂട്ടിലേക്ക് കൂടിയാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് ഈ റൂട്ടിലേക്ക് കൂടിയാണ് പോകേണ്ടത്. ഇനി മേലോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങനെ താവരുടെ മമ്മൂന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. മമ്മ ഫുൾ പാസ്സാണ്. മമ്മ ഇതൊക്കെ എന്തല്ലേ, ഇതൊക്കെ എന്ത് താവരുടെ റിസൾട്ട്. താവരുടെ റിസൾട്ട് ഓക്കെ, ഫെയിലാണെങ്കിൽ വീഡിയോ ഉണ്ട്.
നോക്ക് വെയിറ്റ് ചെയ്തതാ. അങ്ങനല്ല, പാസ് പാസ് ഫുൾ പാസ്. പാസ്സായതാ. എന്നെ പോയി ചെറുക പാസ്സാവും ഇല്ല പറയാലേ. അനുഭവം കൊണ്ട് അറിയുന്നേ. എല്ലാത്തിനും പൊട്ടിയല്ല. പിന്നൊന്നും അറിയണ്ടേ. നമ്മള് ചുങ്റോങ്ങിലെത്തി. നമ്മളിതൊരു എക്സലന്റ് വ്യൂ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടില്ല. ഇവിടെ സ്റ്റേക്ക് വരുന്നത് 200 പെർ പേഴ്സൺ ആണ്. പക്ഷെ ഫുഡിനാണ് നല്ല പൈസ. ഫുഡിന് സ്റ്റാർട്ടിങ് 700 നേപ്പാളി ആണ്. ഇതിപ്പോ സമയം 8 മണിയായി. നമ്മള് കേറിയത് ഫുൾ ഇരുട്ടത്താണ് നമ്മള് കേറിയത്. അപ്പം അങ്ങനെ ആരും കേറാണ്ടിക്ക. പെട്ടെന്നൊരു 6 മണി സമയത്തുള്ളിൽ റൂം പിടിക്കാൻ നോക്കുക. നമ്മള് പിന്നെ ചുങ്റോങ് പിടിക്കേണ്ട ആ ഒരു വാശിയില് കേറിയതാണ്. നമുക്ക് ആ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ സ്റ്റേൻ്റെ നമ്മളെ ഹോട്ടൽ. നമ്മളിപ്പം കാണുന്നതാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ മെനു. ഇവിടെ വരുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റിനുണ്ട് 350 നേപ്പാളി. മുട്ടക്കത്ത് ഇതാ എഗ്ഗിന് ഫ്രൈഡ് എഗ്ഗിന് 320, സ്ക്രാമ്പിൾഡിന് 350, സ്പെഗറ്റിക്ക് 700 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫുഡ് ഇവിടെ നല്ല എക്സ്പെൻസീവ് ആട്ടോ. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത്. 3 ബെഡുണ്ട്. ചാർജിങ് പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. ഇപ്പം അങ്ങനൊന്നും കാണൂല, രാവിലെ കാണിച്ചുതരാം വ്യൂ. ഇത് ഇവരുടെ റൂം. ഇവിടെ 4 ബെഡ് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും എങ്ങനെ പോയാലും ഒരാൾക്ക് 200 നേപ്പാളി കൊടുക്കണം. അപ്പം പിന്നെ നമ്മൾ വെച്ച് 2 റൂം എടുക്കാം. ഇതാണ് ഇവിടുത്തെ ദാൽബാത്ത് എന്ന് പറഞ്ഞ ഫുഡ്. ചോറും വെജിറ്റബിൾ എന്തെല്ലാം ആണ്. ടേസ്റ്റ് ഉണ്ട്. മുഖം കാണിക്കേ. എന്താ 1 2 3 മൈനസ് ഇല്ലാടാ, 1 ഇല്ലു. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ശരിക്കും സിനോവ പിടിക്കാനായിരുന്നു നിന്നത്, പക്ഷെ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നലെ രാത്രി നല്ല ലേറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ട്, നമ്മൾ 4 മണിയാകുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്റ്റ് തീരെ കിട്ടിയിട്ടില്ല ബോഡിക്ക്. അപ്പോൾ സിനോവ പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരെ ഇന്ന് രാവിലെ പൊക്കാരയിൽ നിന്ന് നേരെ നമ്മൾ ഗാൻഡ്രൂക്കിലേക്ക് വന്ന് ഗാൻഡ്രൂക്കിൽ നിന്ന് 1 hour ട്രെക്ക് ചെയ്തിട്ട് ജിനുവിലേക്ക് കയറി. ജിനുവിന്ന് ശരിക്കും ട്രെക്ക് സ്റ്റാർട്ട് ചെയ്ത് ജിനുവിന്ന് നേരെ ചുങ്റോങ് വരെ ഞാൻ എത്തിയിട്ടുള്ളൂ. നമ്മൾ സിനോവ പിടിക്കാൻ വേണ്ടി നിന്നത്, പക്ഷെ സിനോവ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നാളെ രാവിലെ 6 മണി തൊട്ട് നമ്മൾ 8 മണി വരെ ട്രെക്ക് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറണം. നമ്മൾ പിന്നെ ചുങ്റോങ് തന്നെ പിടിക്കാമെന്ന് വെച്ചിട്ട്, ശരിക്കും ഡേഞ്ചറാണ്, ആരും കയറാൻ നിൽക്കരുത്. അപ്പം ഇനി തൊട്ട് നാളെ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും നമ്മൾ ട്രെക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഇപ്പം 11 o'clock ഉണ്ട് രാത്രി. ഇവിടെ ഇപ്പോൾ കിട്ടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ മൗണ്ടെയിൻ്റെ കിട്ടിലം വ്യൂ, സ്നോ കവേർഡ് മൗണ്ടെയിൻ്റെ കിട്ടിലം വ്യൂ. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. ഇതിപ്പം രാത്രി ഒരു 2-3 മണിയാകുമ്പോൾ -1 -2 വരെ പോകും. രാവിലെ നമ്മൾ 6 മണിക്ക് എണീക്കും. 5:30 അലാറം വെച്ചിട്ടുണ്ട്. 6 മണിക്ക് എന്തായാലും എണീക്കണം. 6 മണിക്ക് എണീച്ചിട്ട് ട്രെക്ക് ചെയ്യുന്ന സമയത്ത് 1 ഡിഗ്രി സെൽഷ്യസ് അല്ല 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം കാണിക്കുന്നത്, നിലവിൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം അറിയില്ല എന്താവുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഫുള്ളും സ്നോ കൊണ്ട് കവേർഡ് ആയിട്ടില്ല. നാളെ കാണാം എന്തായാലും. ഓക്കെ, അപ്പം ബൈ.